ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ചെർക്കളം മുതൽ കാസർഗോഡ് ടൗൺ വരെയുള്ള നാഷണൽ ഹൈവേ വർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേഷൻ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൻ കൂടി നിമിച്ചിരുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ തെക്കൽ മുതൽ ചെർക്കള വരെയായിരുന്നു അവസാനിപ്പിച്ചത്. അപ്പം കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചെർക്കളയിൽ നാട്ടുകാർ ഒരുമിച്ച് ഒരു സമരം നടത്തിയിട്ട് ഇവിടെ ഒരു സ്കൂളിൻ്റെ എതിർ അണ്ടർപാസ് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. അത് നല്ലൊരു വിജയം കൂടിയാണ്. കാരണം നാട്ടുകാർ ഒരുമിച്ചാൽ, ഒത്തൊരുമയിൽ കൂടെ ഒരുമിച്ചാൽ എന്തും നേടാം എന്നുള്ള ഒരു തെളിവാണിത്. കാരണം രണ്ട് വശത്തും ഒരു സെക്കൻഡറി സ്കൂളും പിന്നെ ഒരു LP സ്കൂളും ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ആ രണ്ടിലേക്കും ഒരു പാസിംഗ് ആണ് ഈ ഒരു അണ്ടർപാസ് താഴെ നിങ്ങൾ കാണുന്നത്, ആ വൈറ്റ് കാണുന്നത്. അപ്പം പിന്നീട് ഇപ്പോൾ കാസർഗോഡ് ടു ചെർക്കള വരെ വലിയ ഇതായിട്ടുള്ള വർക്ക് വിശേഷങ്ങളില്ല ശരിക്കും പറഞ്ഞാൽ. അതായത് ULCCൻ്റെ വർക്ക് ഇപ്പോൾ നടക്കുന്നത് എന്താ വെച്ചാൽ, നമ്മൾ വീഡിയോ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് പിന്നെ വെറുതെ ഇങ്ങനെ ഭയങ്കര മാറ്റം, ആ മാറ്റം ഈ മാറ്റം ഒന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാരണം മാറ്റം ഉണ്ടെങ്കിലല്ല മാറ്റം ഒന്ന് പറയാൻ പറ്റും. ജസ്റ്റ് നായ്മാർമൂലം അണ്ടർപാസിൻ്റെ ഒരു വശത്തെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. അതായത് 2-3 മാസമായി അതേ നിൽപ്പിൽ തന്നെ, ഇപ്പോഴും അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് 2 സൈഡ്, അതായത് വലുത് എൻ്റെ ഇടതുവശത്ത് അന്ന് വർക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മൊബൈൽ വീഡിയോ ചെയ്യുമ്പോൾ, അതായത് ഗ്രൗണ്ട് വീഡിയോ ചെയ്യുമ്പോൾ, ഈ നടപ്പാതക്ക് വേണ്ടിയിട്ട് ഇൻ്റർലോക്കെല്ലാം ഇടാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഇൻ്റർലോക്കിൻ്റെ സ്പേസ് ചെയ്യുന്നുണ്ട്, പിന്നെ ഇൻ്റർലോക്ക് ഇടാൻ തുടങ്ങിയിട്ടില്ല. പിന്നെ അങ്ങനെയുള്ള വർക്കാണ് ഇപ്പം നിലവിൽ ഈ ULCCൻ്റെതായിട്ടുള്ള കാസർഗോഡ് വരെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നടക്കുന്നുള്ളത് നമ്മുടെ വിദ്യാനഗർ കോളേജിൻ്റെ എതിർവശത്തോ ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. പിന്നെ അതേ ഭാഗത്ത് തന്നെ ആ വാട്ടർ അതോറിറ്റിയുടെ ഓപ്പോസിറ്റ് കുറച്ച് ഭാഗം പണി നടക്കുന്നുണ്ടല്ലോ, ഒരു മൊട്ട, അതായത് ഒരു കുന്ന് പോലത്തെ ഒരു സ്ഥലമുണ്ടല്ലോ റോഡ്, അതിൻ്റെ ആടെ വർക്ക് നടക്കുന്നുണ്ട്. അതായത് 2 വശത്തെ സർവീസ് റോഡിൻ്റെ വർക്കാണ് നടക്കുന്നുള്ളത്. അതായത് അതിൻ്റെ റീറ്റൈൻ വാൾ, അപ്പോൾ താഴ്ചയിലാണ് ആ റോഡ് വരുന്നത്. അതുകൊണ്ട് തന്നെ 2 സൈഡ് റീറ്റൈൻ വാൾ നിർമ്മിച്ചിട്ട് പിന്നെ സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ കടത്തിവിടാനുള്ള ഒരു വർക്കാണ് ഇപ്പോൾ ആ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏകദേശം സിറ്റിസൺ നഗർ എത്താറായിട്ടുണ്ട്. ഈ ഭാഗത്ത് നിങ്ങൾക്ക് കാണാം ഏകദേശം സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഫിറ്റിംഗ് വർക്കുകൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് പോലെ, സർവീസ് റോഡിൻ്റെ വശത്ത് കാണുന്നത് പോലെ നടപ്പാതയുടെ നിർമ്മാണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു പ്രവൃത്തിയാണ് നിലവിൽ കാസർഗോഡ് വരെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെയുള്ളത് നമ്മുടെ അണങ്കൂർ അണ്ടർപാസിൻ്റെ വർക്ക് നേരത്തെ കഴിഞ്ഞതാണ്. പക്ഷേ അതിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഇപ്പോഴും അതേപോലെ തന്നെ ഏകദേശം 1-2 മാസമായി എങ്ങനെയാണ് അതേപോലെ തന്നെയുണ്ട്. നിങ്ങൾക്ക് വീഡിയോ മുന്നോട്ട് കാണുന്നവർക്ക് കാണാം, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കാം. പിന്നെ വെറുതെ നിങ്ങളെ പറഞ്ഞു പറ്റിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമ്മളൊരു പാഷൻ ആയതുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം, അല്ലാത്തവർക്ക് കാണാതിരിക്കാം. ഇപ്പോൾ ഏകദേശം നമ്മൾ 4-ാം മൈൽ എത്താറായിട്ടുണ്ട്. 4-ാം മൈലിലും അതേ വർക്ക് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഇടതുവശത്ത് സർവീസ് റോഡിൻ്റെ ഭാഗത്ത് നടപ്പാതയുടെ നിർമ്മാണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.
ഇന്ദിരാനഗർ മുതൽ ഈ ഭാഗം വരെയാണ് സ്ട്രീറ്റ് ലൈറ്റ് നിർമ്മാണം കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നായ്മാറ മുലയിലത്തെ കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം എത്ര മാസമായി ഇതേപോലെ തന്നെ ആണ് അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നിൽക്കുന്നുള്ളത്. ഇവർ പണി ലാഗാക്കാൻ കാരണം തന്നെ 2-3 മാസമായി തുടർച്ചയായി മഴ പെയ്യുന്നുണ്ട്. ഇപ്പോൾ 2 ദിവസമായി നല്ല വെയിൽ, പകൽ നല്ല വെയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ തന്നെ ഒരു 2-3 എക്സവേറ്ററും പിന്നെ ടോറസ് എല്ലാം കാണാൻ സാധിക്കും. മണ്ണിപ്പോൾ ഡംപ് ചെയ്യുന്ന വർക്ക് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പം ഇന്നലെ ആണ് ആരംഭിച്ചത്. അപ്പോൾ അതുവരെയും 2-3 മാസമായി തീരെ വർക്ക് നടക്കാത്തത്. ഇപ്പോൾ അണ്ടർപാസിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത് തന്നെ ഇപ്പോൾ അതിൻ്റെ അകത്തുകൂടെ ഇത് യാത്ര വണ്ടികൾ വിടും. കാരണം എന്താണെങ്കിൽ ഇവർക്ക് ബാക്കിയുള്ള വർക്ക് നടക്കണം. അതുകൊണ്ട് തന്നെ വണ്ടി അകത്തൂടെ കയറ്റി വിടും. അതിനുശേഷമായിരിക്കും ഇവിടുത്തെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ആരംഭിക്കുക. അതേപോലെ തന്നെ വിദ്യാനഗർ അണ്ടർപാസ്, അതിൻ്റെ ഗർഡർ ഇതുവരെയും അതിന് മുകളിലേക്ക് സ്ഥാപിച്ചിട്ടില്ല. ഏകദേശം 2 മാസം ആയി ഗർഡറുകൾ കാസ്റ്റിംഗ് വർക്ക് കഴിഞ്ഞിട്ട്. ഇത് തടിക്ക് പനി പിടിച്ചതിനാൽ സൗണ്ടൊന്നും ശരിയില്ല. വോയിസ് ഓവർ ചെയ്യുമ്പോൾ സൗണ്ടെല്ലാം ഇടറുന്നുണ്ട്. അപ്പം വീഡിയോ കാണുന്നവർ ക്ഷമിക്കുക. നല്ല പനിയാണ്, അങ്ങനത്തെ പനിയാണ് വരുന്നുള്ളത്. പിന്നെ വീഡിയോ ചെയ്തത് കൊണ്ട് പിന്നെ വോയിസ് ഓവർ ഇട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ കുറേ ദിവസം കഴിഞ്ഞിട്ട് ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല എന്നല്ല, അതുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഇപ്പോൾ തന്നെ. അപ്പം ഈ ഇടതുവശത്തെ അണ്ടർപാസ് ബോക്സ് അണ്ടർപാസ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നാട്ടുകാർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിംഗിൾ ഗർഡർ അണ്ടർപാസ് കിട്ടുമായിരുന്നു, ഒരു സ്പാനു. ശ്രമിച്ചിട്ടില്ല, കുറേ ശ്രമിച്ച് സമരമൊക്കെ നടത്തി. പക്ഷെ അത് അവർ ഫ്ലൈ ഓവറിന് വേണ്ടിയിട്ടാണ് സമരം നടത്തിയത്. അപ്പം അതുകൊണ്ട് ഇപ്പോൾ ബോക്സ് അണ്ടർപാസ്സാണ് കിട്ടിയിരുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഭാഗത്ത് ഇപ്പോൾ മണ്ണിട്ട് ഉയർത്താൻ വർക്ക് ബാക്കിയുണ്ട്. ആ വർക്കും ആരംഭിക്കേണ്ടതാണ്. BC റോഡ് അണ്ടർപാസ് കഴിഞ്ഞിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും മണ്ണിട്ട് ഉയർത്താൻ ഇനിയും പ്രവൃത്തികൾ ബാക്കി നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ വിദ്യാനഗർ അണ്ടർപാസ്, അതിന് മുകളിൽ ഗർഡറുകൾ കാസ്റ്റിംഗ് വർക്ക് കഴിഞ്ഞിട്ട് മാസങ്ങളോളമായി. ഇതുവരെയും ഇതിന് മുകളിൽ ഗർഡർ ഉയർത്തി വെച്ചിട്ടില്ല. അപ്പം ഈ വർക്കുകളും ഇവിടെ പെൻഡിങ്ങിൽ നിൽക്കുകയാണ്. അതേപോലെ തന്നെ വിദ്യാനഗർ അപ്രോച്ച് റോഡിൻ്റെ വർക്കും കോളേജിൻ്റെ ഭാഗത്തുനിന്ന് ഈ വിദ്യാനഗർ ജംഗ്ഷനിലേക്ക് വരുന്ന ഭാഗവും മണ്ണിട്ട് കുറച്ച് ഭാഗം ഉയർത്താൻ ബാക്കിയുണ്ട്. ഇപ്പോൾ നിലവിൽ വർക്ക് നടക്കുന്നത് വെച്ചാൽ വിദ്യാനഗർ സ്കൂൾ ഓപ്പോസിറ്റ്, അതായത് കോളേജ് ഓപ്പോസിറ്റുള്ള ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ വർക്ക് ഇപ്പോൾ നടന്നു വരികയാണ്. അതിൻ്റെ ദൃശ്യങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും.
കോളേജിൻ്റെ എതിർവശത്തെ ഫൂട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ ഈ സെൻറ്റർ ഭാഗത്തെ പില്ലറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം സെൻറ്റർ ഭാഗത്ത് ഒരു ഇരുമ്പിൻ്റെ പോസ്റ്റാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം ലെഫ്റ്റ് സൈഡിൽ ബ്രിഡ്ജിലേക്കുള്ള സ്റ്റെയറിൻ്റെ ഫൗണ്ടേഷൻ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇടതുവശത്ത് മാത്രമാണ് ഇപ്പോൾ വർക്ക് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം വലതുവശത്തെ കോളേജിൻ്റെ എതിർവശത്ത് ഇപ്പോൾ സ്റ്റെയറിൻ്റെ നിർമ്മാണം നടക്കുന്നില്ല. കാണാം, രണ്ട് സൈഡും കാണാൻ സാധിക്കും. ഇതിൻ്റെ ചിലപ്പം ഒരു വശത്ത് വർക്ക് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഈ ഭാഗത്ത് വർക്ക് ആരംഭിക്കുക. അപ്പം ബാക്കിയുള്ള വർക്ക് കാണാം. വാട്ടർ അതോറിറ്റിയുടെ എതിർവശത്ത് അപ്പം ഇവിടെ ഒരു ചെറിയൊരു ഹൈറ്റുള്ള സ്ഥലം കൂടിയാണ്. ആ സ്ഥലം മുഴുവനായും ആ കയറ്റം മുഴുവനും ഇല്ലാതൊക്കെ രീതിയിലാണ് ഇപ്പോൾ നിലവിൽ റോഡിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. കാണാം, രണ്ട് സൈഡിലും സർവീസ് റോഡിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇടതുവശത്ത് അതിന് വേണ്ടിയുള്ള റീറ്റേൺ വാളിൻ്റെ നിർമ്മാണം നടന്നു വരികയാണ്. വലതുവശത്ത് റീറ്റേൺ വാൾ നിർമ്മാണം കഴിഞ്ഞ് ഇപ്പോൾ GSB മെറ്റൽ കമ്പാക്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അടുത്ത് തന്നെ ആ ഭാഗത്ത് ടാറിംഗ് പ്രവർത്തികളുണ്ടാകും. എന്നിട്ടായിരിക്കും താഴെ ഭാഗത്ത് ബാക്കിയുള്ള വർക്ക് നടക്കുക. അത് കഴിഞ്ഞ ശേഷം ഇപ്പം റോഡ് ചിലപ്പോൾ ഈ ഡൈവേഷൻ കൊടുക്കുമായിരിക്കും. ഇതാണ് ഇപ്പം നമ്മുടെ ചെർക്കള മുതൽ, അതായത് ULCCയുടെ റീച്ചിൽ കാസർഗോഡ് വരെ, ഇന്ദിരാനഗർ മുതൽ കാസർഗോഡ് വരെ ഉള്ള ഭാഗത്തുള്ള വർക്ക് ഇതാണ് മെയിൻ വർക്ക്. പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങളിൽ വർക്ക് നടക്കുന്ന വെച്ചാൽ പിന്നെ ക്രാഷ് ബാരിയർ അങ്ങനെയുള്ള വർക്ക്, അതിൻ്റെ കോൺക്രീറ്റ് വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പണങ്കൂർ അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കൊന്നും ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. അപ്പോൾ സുഹൃത്തുക്കളെ, കാസർഗോഡ് ടൗണിൽ വെച്ചാണ് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പം അതുവരെ കാണുന്നവർ കാണുമ്പോൾ തന്നെ ഫുൾ സ്ക്രീനായിട്ട് തന്നെ ഫുൾ ക്വാളിറ്റിയിൽ തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് അത്രയും നമ്മൾ 4K ആണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ 4K ക്വാളിറ്റിയിൽ തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പം സുഹൃത്തുക്കളെ, വീഡിയോ അവസാനം വരെ കണ്ട് ഞാൻ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ടേക്ക് കെയർ, ബൈ ബൈ.